എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ 108-ാം ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ച് കേൾക്കാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്തതിന് ശേഷം ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ മുടക്കമില്ലാതെ ദിവസവും കേൾക്കാൻ കഴിയുമല്ലോ. എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു. നമുക്ക് കഥയിലേക്ക് പ്രവേശിച്ചാലോ. അനു അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ അനുവിൻ്റെ വിവാഹ കാര്യത്തെക്കുറിച്ചുള്ള ഒരു ആലോചന മദറും സീനിയറായ സിസ്റ്റർമാരും തമ്മിൽ നടന്നിരുന്നു. അവരിൽ ഭൂരിഭാഗം പേർക്കും അനുവും കിച്ചുവും തമ്മിലുള്ള സ്നേഹബന്ധം അറിയുകയും ചെയ്യാം. അതിൻ്റെ ആഴം എത്രമാത്രമുണ്ട് എന്നത് മാത്രമേ പലർക്കും സംശയമുള്ളൂ. ആ കാര്യത്തിൻ്റെ തീരുമാനം അറിഞ്ഞതിന് ശേഷം പുതിയ ആലോചന നടത്തിയാൽ മതി എന്ന് അവർക്കൊക്കെ അഭിപ്രായമുണ്ടായിരുന്നു. എന്നാൽ പോലും മദറിൻ്റെ അഭിപ്രായത്തിന് എതിരായി ഒരഭിപ്രായം അവിടെ നടപ്പിലാക്കുക സാധ്യമല്ല. അതുകൊണ്ട് താല്പര്യമില്ലെങ്കിൽ കൂടി അവരൊക്കെ മദറിൻ്റെ അഭിപ്രായത്തോട് യോജിക്കുകയാണ് ചെയ്തത്. ആരൊക്കെ എന്തൊക്കെ ആലോചിച്ചാലും അനുവിൻ്റെ അഭിപ്രായത്തിനനുസരിച്ചല്ലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അതുകൊണ്ട് അവൾ വരട്ടെ, എന്നിട്ട് ചോദിക്കാം. അവൾക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനു വെറുതെ പരസ്പരം തർക്കിച്ച് സമയം കളയണം. സന്ധ്യാപ്രാർത്ഥനയുടെ സമയമാവുകയും ചെയ്തു. അതിന് ഒരു വിട്ടുവീഴ്ചയും പാടില്ല. അതുകൊണ്ട് അവരെല്ലാം പ്രാർത്ഥനയ്ക്ക് കയറി. അനു അവിടെ എത്തിയപ്പോഴേക്കും പ്രാർത്ഥനയും കഴിഞ്ഞിരുന്നു. തനിയെ വന്നതിന് മദർ അല്പം ദേഷ്യത്തോടെയാണ് ചോദിച്ചത്. കുറച്ചുകൂടി നേരത്തെ വരാൻ പറ്റില്ലെങ്കിൽ പിന്നെ പോരണമെന്നില്ലായിരുന്നല്ലോ. ഇത്ര വൈകി വരാൻ പാടില്ല എന്ന ഇവിടുത്തെ നിയമം ഇത്രകാലവും ഇവിടെ നിന്നിട്ടും നിനക്കറിയില്ല എന്നുണ്ടോ? പറയുന്നത് കേട്ടാൽ തോന്നുമല്ലോ താൻ മനഃപൂർവ്വം വൈകിയതാണെന്ന്. സ്വന്തമായി വാഹനമില്ലാത്തയാളാണ് താൻ. എനിക്കറിയാവുന്ന അടുത്ത സുഹൃത്തുക്കൾക്ക് ആർക്കും വണ്ടിയില്ല. എല്ലാവരും ബസ് വരുന്നതും നോക്കി നിൽക്കുകയാണ്. ബസ് വരാൻ താമസിച്ചതോ പോട്ടെ, പിന്നെ വഴിക്ക് അതിൻ്റെ ടയർ പഞ്ചറായതുകൊണ്ടുകൂടിയാണ് 10-20 മിനിറ്റ് പിന്നെയും വൈകിയത്. അതിനിപ്പോൾ ഇത്ര ദേഷ്യപ്പെടാനും മറ്റും ഉണ്ടോ? ആർക്കും കൊട്ടാവുന്ന ചെണ്ടയാണല്ലോ താൻ. അതായിരിക്കും കാര്യമില്ലാതെ വഴക്ക് പറയുന്നത്. ബസ്സുകാർ വഴിയിലുള്ളവരെയെല്ലാം പെറുക്കി ഉരുണ്ട് ഇവിടെ എത്തിയപ്പോഴേക്കും ഈ നേരമായി. എന്ത് ചെയ്യാനാ മദറേ, നമുക്ക് ആവശ്യമുണ്ടെങ്കിലും അവർ വേഗം പോന്നാലല്ലേ സമയത്ത് നമ്മൾ എത്തുകയുള്ളൂ. മനഃപൂർവ്വം ഞാനായിട്ട് വൈകിച്ചതല്ല. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ സന്ധ്യയ്ക്ക് മുമ്പ് ഇവിടെ എത്താനുള്ള സമയം ബാക്കി ഉണ്ടായിരുന്നു താനും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പോന്നത്. കഴിഞ്ഞതേതായാലും കഴിഞ്ഞു. ഇനി അതിനെപ്പറ്റി ആലോചിച്ചിട്ട് കാര്യമില്ല. വെറുതെ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതുകൊണ്ടും കാര്യമില്ല. മുഖം കണ്ടിട്ട് അവൾ പറഞ്ഞത് ശരിയാണ് എന്ന് മദറിന് തോന്നുന്നുണ്ട്. ഏതായാലും മദർ തൽക്കാലം പിൻവാങ്ങി. അനു സാധാരണ താമസിച്ചിരുന്ന മുറിയിലേക്ക് പോവുകയും ചെയ്തു. കുളി കഴിഞ്ഞതിന് ശേഷമാണ് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി വന്നത്. അപ്പോഴേക്കും സിസ്റ്റർമാർ എല്ലാവരും ഭക്ഷണത്തിന് തയ്യാറായി ഇരിപ്പുണ്ടായിരുന്നു. ആ കൂടെ തന്നെ അവളും ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിഞ്ഞ് എഴുന്നേറ്റ് കൈ കഴുകിയതിന് ശേഷം പുറത്തേക്ക് പോകാൻ തുടങ്ങിയ അനുവിനോട് മദർ പറഞ്ഞു, അനു പോകാൻ വരട്ടെ, അവിടെ ഇരിക്കെ. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് കേട്ടതിന് ശേഷം പോകാം. ഇപ്പോൾ പഠിക്കാനൊന്നുമില്ലല്ലോ, പോയിട്ട് തിരക്കൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തൽക്കാലം കേൾക്കാനുള്ള കാര്യങ്ങൾ കേട്ട് ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള തീരുമാനവും എടുത്തിട്ട് വേണം പോകാൻ. താൻ കരുതിയിരുന്ന പരീക്ഷണഘട്ടം വരാൻ പോകുന്നു. ഇതിനെ നേരിടാൻ ധൈര്യപൂർവ്വം തയ്യാറാവുക തന്നെ വേണം. ഇവിടെ പിന്നോട്ട് പോയാൽ തൻ്റെ ഇഷ്ടജീവിതം തനിക്ക് നഷ്ടപ്പെടും. ജീവിതത്തിൽ ഇന്നോളം നഷ്ടങ്ങൾ മാത്രം വന്നിട്ടുള്ളയാളാണ് താൻ. കയ്യിൽ കിട്ടുമെന്ന് ഉറപ്പായി ഇപ്പോൾ ആഗ്രഹിച്ച ജീവിതമെങ്കിലും മുറുക്കെ പിടിച്ചില്ലെങ്കിൽ ശരിയാവുകയില്ല. അതും കൂടി നഷ്ടപ്പെടാൻ പാടില്ല. എന്താണ് പറയാൻ പോകുന്നത് എന്ന് നോക്കാം. അതിനുശേഷം തീരുമാനം അങ്ങോട്ട് പറയാം. വരുന്നത് വരട്ടെ. ഇത്രകാലവും അങ്ങനെ തന്നെയാണല്ലോ ജീവിച്ചത്.
മദർ പറഞ്ഞു തുടങ്ങി. അനുവിന് ഏതായാലും കോൺവെൻറ്റിൽ ചേരാനുള്ള പരിപാടിയൊന്നും ഇല്ലല്ലോ. ഒരിക്കലത് നീ എന്നോട് തന്നെ വെളിപ്പെടുത്തിയതാണ്. അപ്പോൾ പിന്നെ ജീവിതാന്തസ്സായി സ്വീകരിക്കുന്നത് കുടുംബജീവിതമാണല്ലോ. അത് സ്വീകരിക്കാനുള്ള പ്രായം ഏതാണ്ട് ആയി വരുന്നു. അതിനു വേണ്ട ആലോചനകളൊക്കെ നടക്കേണ്ട കാലഘട്ടവും ആയി വരുന്നു. ഒരു ആലോചന ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അതിനെപ്പറ്റി നീ എന്തു പറയുന്നു? ഇപ്പോൾ തന്നെ ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കാൻ തനിക്ക് തിരക്കൊന്നുമില്ല. പക്ഷേ ഇവർക്ക് തന്നെ അതിലേക്ക് തള്ളിവിടാൻ തിരക്കുണ്ടെന്ന് തോന്നുന്നു. ഇവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചായിരുന്നല്ലോ എന്നും തൻ്റെ ജീവിതം മുന്നോട്ട് പോയത്. ഇനിയും അതിന് മാറ്റം വേണ്ട. അതുകൊണ്ട് ഇപ്പോഴും ഇവരുടെ തീരുമാനമനുസരിച്ച് ജീവിതാന്തസ്സ് തിരഞ്ഞെടുക്കാം. പക്ഷേ ജീവിത പങ്കാളിയെ താനും തിരഞ്ഞെടുക്കും. ഇതുവരെയുള്ള എൻ്റെ കാര്യങ്ങൾക്കെല്ലാം ഞാനല്ലല്ലോ തീരുമാനമെടുത്തത്. ഈ കാര്യത്തിലും ഞാൻ തീരുമാനമെടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പുതിയ ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കാനുള്ള പ്രായമായി എങ്കിൽ അതിനെപ്പറ്റി തീരുമാനമെടുക്കേണ്ടതും ഇവിടുന്ന് തന്നെയാണ്. അതിന് ഉചിതമായ നടപടിയെടുക്കാൻ അവകാശവും അധികാരവുമുള്ളതും മദറിനും സിസ്റ്റർമാർക്കുമാണ്. എനിക്ക് ബന്ധുക്കളായി നിങ്ങളേ ഉള്ളൂ എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ. അവളുടെ സംസാരം മദറിന് നന്നായി ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടായിരിക്കാം മദർ ഇരുന്ന കസേരയിൽ ഒന്ന് ഇളകിയിരുന്നു. അതിനുശേഷം പറഞ്ഞു, നിന്നെ വളരെ നന്നായി അറിയുന്നതും നിന്നേക്കാൾ ഉയർന്ന നിലയിൽ ജോലിയുള്ളതുമായ ഒരാൾ നിനക്ക് വേണ്ടി വിവാഹാലോചന കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെപ്പറ്റി ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ വളരെ നല്ല ആലോചനയാണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. എന്നാലും നിൻ്റെ അഭിപ്രായമാണ് പരമപ്രധാനം. അതിനെപ്പറ്റിയുള്ള വിശദ വിവരങ്ങൾ വേണമെങ്കിൽ നിന്നോട് പറയാം. നിൻ്റെ അഭിപ്രായവും അറിയണം. അതും വളരെ പ്രധാനമാണ്. അർജുൻ സാർ തന്നോട് പറഞ്ഞ വിവരം ഇവർ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ ഇവർ തൻ്റെ അടുത്ത് വെറുതെ അറിയാത്തതുപോലെ ചമയുന്നതായിരിക്കണം. ഇവരെ കൊണ്ട് തന്നെ ബാക്കി കൂടി പറയിപ്പിക്കാം. എങ്ങനെ പറയും എന്നറിയാമല്ലോ. എന്നിട്ട് തീരുമാനം പറയുകയും ചെയ്യാം. മദർ ഇപ്പോൾ പറഞ്ഞത് എവിടെയും തൊടാതെ പറയുന്ന രീതിയിലാണല്ലോ. അങ്ങനെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അത് ആരാണ് എന്നറിഞ്ഞാൽ, ഞാൻ അറിയുന്നയാളാണെങ്കിൽ അതിനെപ്പറ്റിയുള്ള തീരുമാനം ഞാൻ പറയാം. അല്ലാതെ ഞാനിപ്പോൾ എങ്ങനെ പറയാനാ? മദറിന് നേരത്തെ ഉണ്ടായിരുന്ന താൽപ്പര്യഭാവത്തിന് അല്പം മാറ്റം വന്നു. അനുവിനാണെങ്കിൽ ഇവർ പറയാൻ പോകുന്ന കാര്യം അറിയുകയും ചെയ്യാമല്ലോ. ബാക്കിയുള്ള 2 സിസ്റ്റർമാരെ അടുത്ത് വിളിച്ച് എന്തോ പറഞ്ഞതിന് ശേഷം പിന്നെയും മദർ അനുവിനോട് തന്നെ സംസാരിച്ചു തുടങ്ങി. ഇപ്പോൾ ആലോചന കൊണ്ടുവന്നിരിക്കുന്നത് എൻ്റെ ഒരു സഹോദരൻ്റെ പുത്രൻ തന്നെയാണ്. നിന്നെ അവൻ അടുത്തറിയുന്നതാണ്. നിൻ്റെ ഓഫീസിൽ തന്നെ സീനിയർ ആയിട്ടുള്ള ആളാണ്. പേര് അർജുൻ. അവൻ നിന്നോട് നേരിട്ട് പറഞ്ഞോളാം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞു കാണും എന്നായിരുന്നു എൻ്റെ വിചാരം. അതാണ് ഞാൻ അല്പം മുമ്പ് അങ്ങുമിങ്ങും തൊടാതെ പറഞ്ഞത്. അവന് വേണ്ടി നിന്നെ ആലോചിക്കാനാണ് ഞങ്ങളുടെ താല്പര്യം. പക്ഷേ അത് നിൻ്റെ താല്പര്യം കൂടി പരിഗണിച്ച് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. തനിക്ക് തീരുമാനം പറയാനുള്ള സമയത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഇവിടെ സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. എനിക്കൊരാളെ ചെറുപ്പം മുതലേ ഇഷ്ടമാണ്. അവനെ വിവാഹം കഴിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ആരാണെന്ന് മദറിന് നേരത്തെ തന്നെ അറിയാവുന്നതാണ്. ഇപ്പോൾ എന്നിട്ട് സ്വന്തം കാര്യം വന്നപ്പോൾ അത് അറിയാത്തതുപോലെ അഭിനയിക്കുന്നതാണ്. ഞാൻ മദറിനെ അന്നു മുതലേ അറിയുന്നതല്ലേ, എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതുമാണല്ലോ. അതുകൊണ്ട് എൻ്റെ താല്പര്യമാണ് നിങ്ങൾ പരിഗണിക്കുന്നതെങ്കിൽ ഞാനും കിച്ചുവുമായുള്ള കല്യാണമാണ് നിങ്ങൾ നടത്തിത്തരേണ്ടത്. അവൾ ഇത്ര കാര്യമായി എടുത്തടിച്ചതുപോലെ മറുപടി പറയും എന്ന് മദർ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഇത്ര കാലമായിട്ടും അങ്ങനെ പറഞ്ഞിട്ടുമില്ല. ഇപ്പോൾ പിന്നെ മഠത്തിൽ നിന്നുള്ള സഹായമൊന്നും കിട്ടിയില്ലെങ്കിലും അവളുടെ ജീവിതം സുഖമായി നടന്നു പോകുമല്ലോ. സ്വന്തം കാലിൽ നിൽക്കാറായതിൻ്റെ അഹങ്കാരമാണിത്. അല്ലാതെ ഇതിനെന്ത് പേര് പറയാനൊക്കും? കാര്യം പറഞ്ഞാലും ചിലർക്ക്
ചില സമയങ്ങളിൽ അങ്ങനെ മാത്രമേ തോന്നുകയുള്ളൂ. ആരും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ മുതൽ ഓരോ കാര്യങ്ങൾക്കും വേണ്ടതെല്ലാം തന്നു വളർത്തിയ ഞങ്ങൾ പറയുന്നത് അനുസരിക്കാനുള്ള ഒരു ബാധ്യത നിനക്കുണ്ട്. സ്വന്തമായ ഇഷ്ടം പറയാനാകാത്ത കാലത്ത് മുതൽ വേണ്ടത് കണ്ടറിഞ്ഞ് ചെയ്തു തന്നവരാണ് ഞങ്ങൾ. ആ കാര്യത്തിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴും നിനക്ക് വേണ്ടത് എന്താണെന്ന് ഞങ്ങൾക്കറിയാം. അത് തന്നെയാണ് ഞങ്ങൾ ചെയ്തു തരാൻ ഉദ്ദേശിക്കുന്നതും. ചില മാതാപിതാക്കൾ ഇങ്ങനെയൊക്കെ പറയും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെയാണല്ലോ ഇപ്പോൾ മദറിൻ്റെയും പറച്ചിൽ. വളർത്തി വലുതാക്കിയതുകൊണ്ട് അവർ പറയുന്നത് അതുപടി അനുസരിക്കണം പോലും. സ്നേഹിച്ചവനെ വഞ്ചിക്കാൻ പറഞ്ഞാൽ അതും ചെയ്യണം. വാക്കു വ്യത്യാസം ചെയ്യരുത് എന്ന് പറയുകയും ചെയ്യും. സ്വന്തം കാര്യത്തിലാകുമ്പോൾ ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ഞാൻ ഇക്കാര്യം അർജുൻ സാറിനോട് പറഞ്ഞുകൊള്ളാം. അദ്ദേഹം ഒരു നിർബന്ധബുദ്ധിയുമില്ലാത്ത മനുഷ്യനാണ്. വളരെ നല്ല ആളുമാണ്. കിച്ചുവിനെ നേരത്തെ കണ്ടില്ലായിരുന്നു എങ്കിൽ തീർച്ചയായും ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കുകയും ചെയ്യുമായിരുന്നു. ഇനി എനിക്ക് അവനോട് വാക്ക് വ്യത്യാസം ചെയ്യാൻ കഴിയില്ല. അങ്ങനെയല്ലേ നിങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത്? മദറിനോളം തന്നെ സ്ഥാനമുള്ള ഒരു സീനിയർ സിസ്റ്റർ അവിടെയുണ്ട്. സിസ്റ്റർ അനീറ്റ സിസ്റ്ററാണ് അപ്പോൾ മറുപടി പറഞ്ഞത്. അനു, തീർച്ചയായും അനുസരിക്കേണ്ടത് മദർ പറയുന്ന വാക്കുകളാണ്. അത് നിന്നെ വളർത്തി വലുതാക്കിയത് കൊണ്ട് മാത്രമല്ല. മാതാപിതാക്കളുടെ സ്ഥാനത്ത് നിന്ന് വേണ്ടതെല്ലാം ഇതുവരെയും ചെയ്തു തന്നത് ഞങ്ങളായതുകൊണ്ടാണ്. ഇത്രയും കാലവും നിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം ചെയ്ത ഞങ്ങൾ ഇക്കാര്യത്തിൽ മാത്രം നിന്റെ നന്മ കാംക്ഷിക്കില്ല എന്ന് പറയാനൊക്കുമോ? തൻ്റെ വല്യപ്പച്ചൻ അമ്മയുടെ പേർക്ക് എഴുതി വച്ചിരുന്ന 3 ഏക്കർ റബ്ബർ തോട്ടത്തിലെ വരുമാനം കൃത്യമായി വാങ്ങിച്ചിട്ടാണ് തൻ്റെ കാര്യങ്ങളെല്ലാം ഇവർ ചെയ്തത് എന്നുള്ളതാണ് സത്യം. അല്ലാതെ സൗജന്യമായി ഒന്നും തനിക്ക് തന്നിട്ടില്ല. എന്നിട്ടും പറയുന്നത് കേട്ടാൽ തോന്നും എല്ലാം ദാനമായി തന്നതാണ് എന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ അന്നേ ആ സ്ഥലം കോൺവെൻറ്റിൻ്റെ പേരിലേക്ക് എഴുതി വാങ്ങേണ്ട കാര്യമില്ലായിരുന്നല്ലോ. തന്നതിനെപ്പറ്റി ഒന്നും സിസ്റ്റർ പറയേണ്ട കാര്യമില്ല. എനിക്കറിയാമല്ലോ എനിക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് എന്നും എന്തൊക്കെ തന്നിട്ടില്ല എന്നും. തരാത്തതിനെപ്പറ്റി ഒന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് ആവശ്യം എന്ന് നിങ്ങൾക്ക് തോന്നിയതൊക്കെ നിങ്ങൾ തന്നു. അത് ഞാൻ സമ്മതിച്ചു. എന്നാൽ ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ എനിക്ക് സ്വന്തം തീരുമാനമെടുക്കാവുന്ന അവസ്ഥയിലായി. ഇപ്പോൾ ഞാൻ തീരുമാനമെടുക്കുന്നു. ആ തീരുമാനമനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പോൾ എനിക്ക് കഴിയുകയും ചെയ്യും. അത് തന്നെയേ നടക്കുകയുള്ളൂ. മദറിൻ്റെ മുഖഭാവം ആകെ മാറി. നല്ലപോലെ ദേഷ്യം വരുമ്പോൾ മാത്രമേ അവർക്ക് ആ ഭാവം വരാറുള്ളൂ. മുഖമൊക്കെ ചുമന്നു. ഇനി എന്താണ് പറയാൻ പോകുന്നത് എന്ന് ദൈവത്തിനറിയാം. ഇറങ്ങിപ്പോകാനെങ്ങാനുമാണ് പറയുന്നതെങ്കിൽ താൻ എന്തു ചെയ്യും? അല്പം പേടിയോടും സങ്കോചത്തോടും കൂടി മദറിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി അനു ഇരുന്നു. കഥ വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തു തന്നെയാണെങ്കിലും താഴെ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കല്ലേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാനും മറന്നേക്കല്ലേ. അടുത്ത പാർട്ട് നാളെ തന്നെ പോസ്റ്റ് ചെയ്യും. സാധാരണ പോലെ ഉച്ചതിരിഞ്ഞ് 2:30 തന്നെ. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ഓക്കേ.